സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് ഘട്ടമായി ഉയർത്തിയ ആക്ഷേപങ്ങളെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത്. അതിന് അദ്ദേഹം വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല, ചില വിവരങ്ങൾ ഡാറ്റകളെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നുകൊണ്ടാണ് അദ്ദേഹം ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അതിന് കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ നൽകിയോ എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുകയാണ്. അതോടൊപ്പം പ്രസക്തമായ മറ്റൊരു ചോദ്യം, ഈ ആരോപണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ കൃത്യമായ കുറച്ചുകൂടെ വിവരങ്ങളിലേക്ക് പോകാൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സഖ്യശക്തികളായ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് തന്നെ ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ സാധിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ AJ ഫിലിപ്പാണ്. അദ്ദേഹം നമ്മുടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. വളരെ സൂക്ഷ്മവും വളരെ മൂർച്ചയുള്ളതുമായ വിമർശനങ്ങൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും ശ്രദ്ധേയനാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഞാൻ ആദ്യമായി ചോദിക്കുന്നത്, ഈ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു രാഹുൽ ഗാന്ധി. ആദ്യം ഒരു മണ്ഡലത്തിൽ ഏത് വിധത്തിലാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകളിലൂടെ എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിച്ചത് എന്ന് അദ്ദേഹം കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ആളുകളെ ഓൺലൈൻ മുഖാന്തരം എങ്ങനെയാണ് ഒരു മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ 6815 വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വേറൊരു മണ്ഡലത്തിൽ 6850 വോട്ടർമാരുടെ പേരുകൾ ചേർത്തത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിനുള്ള ശ്രമമുണ്ടായത് എങ്ങനെയാണെന്ന്. ഇതിനൊരു കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനകം വന്നു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് വേണം പറയാൻ. കാര്യം ഇതിനെ ടോട്ടലി ഡിനേ ചെയ്യുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഒരു ആരോപണം ഉയർത്തിയാൽ അല്ലെങ്കിൽ ഒരാൾ ഉന്നയിച്ചാൽ, അതും പ്രത്യേകിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമുള്ള 3 അംഗ കമ്മിറ്റിയിലെ ഒരംഗമായ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെ പുച്ഛിച്ച് തള്ളാതെ അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു എൻക്വയറി നടത്തി ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു പരിശോധന നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു വേണ്ടത്. അതിന് പകരം അദ്ദേഹം പറഞ്ഞതൊക്കെ കള്ളമാണ്, ഇതൊന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ പുച്ഛിച്ച് തള്ളുകയും എന്ന് തന്നെയല്ല അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും അദ്ദേഹം ഇതൊരു അഫിഡവിറ്റ് സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ഒട്ടും ആശ്വാസകരമല്ലാത്ത ഒരു സമീപനമായിരുന്നു. വീണ്ടും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ ചുമതല എന്താണ്? തെരഞ്ഞെടുപ്പ് സത്യസന്ധമായിട്ടും നടത്തുക എന്നുള്ളതാണ് അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. അപ്പൊ ആ ചുമതല നിർവഹിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണോ ആ നടപടികളൊക്കെ സ്വീകരിക്കേണ്ട ചുമതല, കർത്തവ്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അൺഫോർച്ചുനേറ്റ്ലി രാഹുൽ ഗാന്ധിയെ ഉയർത്തിയ ആരോപണങ്ങളെ എല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അതിന് രാഷ്ട്രത്തോട് നിങ്ങൾ മാപ്പ് വരണം എന്ന രീതിയിൽ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീണ്ടും രണ്ടാമതും ഇലക്ഷൻ എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റി ഉപയോഗിച്ച ഒരു തന്ത്രത്തെ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ആ തന്ത്രം ശരിയായ രീതിയിലാണോ, അങ്ങനെ നടന്നോ ഇല്ലയോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒറ്റയടിക്ക് മറുപടി പറയേണ്ടത്. അതിന് വേണ്ടതായ പരിശോധന നടത്തി ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞിട്ട് മുന്നോട്ട് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ചെയ്തത് അതിനെ ആരോപണങ്ങളെ നിരുപാധികമായിട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായ നടപടിയല്ല. ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്.
റൈറ്റ്. ഈ രണ്ടാമത് വന്ന ആക്ഷേപമുണ്ടല്ലോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്, അതിൽ ഇപ്പോൾ ആദ്യം ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ അത് കുറേ കൂടെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരേ അഡ്രസ്സിൽ 100 150 ആളുകളുടെ വോട്ട് ചേർക്കുക, രണ്ടാമത്തെ കേസിൽ കൃത്യമായ അഡ്രസ്സ് ഇല്ലാതിരിക്കുക, വീട്ടു നമ്പർ 0000000 എന്ന് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഏതാനും ആൽഫബറ്റ്സ് മാത്രം ഉണ്ടായിരിക്കുക. ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ആളുകൾക്ക് വളരെ കൺവിൻസിംഗ് ആണ്, പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നു, അല്ലെങ്കിൽ പേരുകൾ ആഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നു. അതിന് ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫോൺ നമ്പറിലേക്കാണ് ഇതിന് OTP വന്നിരിക്കുന്നത് എന്ന ആ വിവരങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടുന്ന പ്രദേശത്ത് നിന്ന് കൂട്ടത്തോടെ വോട്ടർമാരെ ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് RJDക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു പ്രദേശത്ത് നിന്നുള്ള വോട്ടർമാരെ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ CPMനോ കോൺഗ്രസ്സിനോ കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തെ വോട്ടർമാരെ വേണമെങ്കിൽ കൂട്ടത്തോടെ ഒഴിവാക്കാൻ സാധിക്കും. ഈ ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം 1-2 സ്ഥലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു. ഒരിടത്ത് വോട്ടർമാരെ ആഡ് ചെയ്യുന്നു, ഒരിടത്ത് വോട്ടർമാരെ ഡിലീറ്റ് ചെയ്യുന്നു. ഇതിന് ഏത് IP ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്, ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെയർ ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളനുസരിച്ചാണെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആധാർ ബന്ധിതമായൊരു ഫോൺ നമ്പർ വേണം, അല്ലെങ്കിൽ ആധാർ ബന്ധിതമായ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ മുൻകാലത്ത് ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അതെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ഒരു മണ്ഡലത്തില് കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചത്. 2023 ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നം തീരുന്നില്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് 6000-ഓളം വോട്ടുകൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതിനൊരു പ്രത്യേക രീതിയാണ് അതിന് ഉപയോഗിച്ചത്. അതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. ഈ കേസ് ഒറിജിനലി രജിസ്റ്റർ ചെയ്തത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ അത് ഇൻക്വയറി ഇലക്ഷൻ കമ്മീഷന് പോലീസ് സംവിധാനമില്ല. ഏതെങ്കിലും പോലീസ് ഇത് അന്വേഷിക്കാൻ പറ്റൂ. അങ്ങനെ അന്വേഷണം വന്നത് കർണാടകത്തിലായതുകൊണ്ട് കർണാടക പോലീസാണ്. അപ്പൊ കർണാടക പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റയിൽ ചില കാര്യങ്ങളൊക്കെ കർണാടക പോലീസിന് ഇലക്ഷൻ കമ്മീഷനും കൊടുക്കേണ്ട ബാധ്യസ്ഥതയുണ്ട്. ഇവിടെ ആ ഡേറ്റ എവിടേക്കാണ് ഇത് പോയത്, അല്ല എവിടേക്കാണ് വന്നത്, ഏത് നമ്പറാണ് ഉപയോഗിച്ചത്, ഏത് IP അഡ്രസ്സാണ് ഉപയോഗിച്ചത് എന്നുള്ള സാങ്കേതിക കാര്യങ്ങൾ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുന്നത് ഇലക്ഷൻ കമ്മീഷന് മാത്രമാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ആ കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അത് തന്നെ സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ള നമ്മൾ ഞാൻ പറയുന്നില്ല. പക്ഷെ നിലയിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണം സീരിയസ് ആയിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ കാണുകയും അതിന് നടപടികൾ സ്വീകരിക്കുകയുമാണ് വേണ്ടത് എന്ന് തന്നെയല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായെങ്കിൽ അത് ഒരു പാളിച്ചയായിരുന്നു, ഒരു വീഴ്ചയായിരുന്നു. ഒരുപക്ഷെ എല്ലാ മണ്ഡലങ്ങളും അങ്ങനെ ചെയ്തിരിക്കണമെന്നില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത് തിരക്കി അല്ലെങ്കിൽ അന്വേഷിച്ച് അത് കുറ്റവിമുക്തമാക്കാൻ നടപടികൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നടത്തണം. അതാണ് വേണ്ടത്. അപ്പോൾ ആരാണ് ഇവർ ചെയ്തത് എന്നുള്ള വിവരം കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം 6000 പേര് 1-2 പേര് കൂടി ചെയ്തതല്ല. അതെന്തെങ്കിലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ ആരാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്, ആരാണ് അവരുടെ പിന്നിൽ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. കണ്ടുപിടിച്ച് പോലീസിനെ അറിയിക്കുകയും പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് ശരിയായ നടപടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അത് നടന്നിട്ടില്ല. അതാണ് ദുഃഖകരമായ കാര്യം. അല്ല, ഇതിപ്പോൾ ഒരു മണ്ഡലത്തിലെ കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അത് ശരിയാണ് എന്ന് തിരിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ രാജ്യത്തെ മൊത്തം മണ്ഡലങ്ങളെക്കുറിച്ച് ഈ അന്വേഷണം നടത്തേണ്ടി വരും.
അപ്പോൾ പല മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വളരെ സംഘടിതവും ആസൂത്രിതവുമായ വിധത്തിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് പോലും ഈ ഒരു സാഹചര്യം ഒഴിവാക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്? എന്ന് തന്നെ വേണം കരുതാൻ. കാര്യം അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ആരോപണം, അതായത് കർണാടകത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ, അതായത് ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു സെഗ്മെന്റിൽ ഏതാണ്ട് 1,00,000-ലേറെ വോട്ട് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ പരാജയം നേരിട്ടുവെങ്കിൽ അത് വലിയൊരു വീഴ്ചയാണ്. ഉദാഹരണത്തിന് ഒറ്റ മണ്ഡലത്തിൽ 1,00,000 ചില്ലുവാനും വോട്ടാണ് മാറിക്കിട്ടിയത്. അതേസമയം ഹരിയാനയിൽ അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പില്, ഹരിയാന തെരഞ്ഞെടുപ്പില് വെറും 25,000-26,000 വോട്ടിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനം BJPക്ക് പിടിക്കാൻ പറ്റിയത്. BJPക്ക് അവിടെ വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ല. വെറും 25,000 വോട്ട് ആണ് അവർക്ക് മൊത്തത്തിൽ കോൺഗ്രസിനേക്കാളിൽ BJPക്ക് അവിടെ കിട്ടിയത്. അങ്ങനെ വിജയിച്ചു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റില് ഒരു മണ്ഡലത്തിൽ 1,00,000 മാറിയെങ്കിൽ ഈ ഹരിയാനയില് ഓരോ മണ്ഡലത്തിലും 5,000 വെച്ച് വോട്ട് മാറ്റിയിരുന്നുവെങ്കിൽ അതാണ് കാണാൻ പറ്റിയത്. അങ്ങനെയാണ് BJP ജയിച്ചത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഞാൻ അങ്ങനെ എൻ്റെ ഈ തെളിവൊന്നുമില്ല, പക്ഷെ എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷന് BJP ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും മുസ്ലിം ലീഗ് ആയാലും ഏത് പാർട്ടി ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലേ അവരെ കാണാൻ പറ്റത്തുള്ളൂ. അതൊരു രാഷ്ട്രീയ പാർട്ടി. ഏത് രാഷ്ട്രീയ പാർട്ടി ഒരു അലിഗേഷൻ ഉന്നയിച്ചാലും അതിനെ നേരിടേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതല്ല ഇവിടെ നടക്കുന്നത്. അത് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പാർട്ടികളെ വ്യത്യസ്തമായിട്ട് കാണുന്നു. റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടി എന്ന രീതിയിൽ കാണുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതാണ് വേണ്ടത്. എന്താണ് നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണ്ടി വന്നാൽ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും, പുതിയതായിട്ട് ഇലക്ഷനെ നടത്താൻ പറ്റും. കാര്യം ജനങ്ങളുടെ ഡെമോക്രസി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ടിങ്ങിന് ശക്തി വേണം, അല്ലെങ്കിൽ വോട്ട് ശരിയായ രീതിയിൽ ഇടാൻ കഴിയണം എന്ന് തന്നെയല്ല, ശരിയായ രീതിയിൽ എണ്ണാൻ കഴിയണം, ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പ് വിജയികളെ കണ്ടെത്താനും കഴിയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം. ഇലക്ഷൻ കമ്മീഷന് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ന പാർട്ടി ജയിച്ചു, ഈ ആള് ജയിച്ചു, അതൊന്നും ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് കാര്യമല്ല. നെഗ്ലക്ട് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിലെ ഇലക്ഷൻ എല്ലാം മാറ്റി പുതിയൊരു ഇലക്ഷൻ വേണമെന്നല്ല ഞാൻ വാദിക്കുന്നത്. വേണ്ടി വന്നാൽ അങ്ങനെ പോലും ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം. അതാണ് യഥാർത്ഥ ജനാധിപത്യ സംവിധാനം. റൈറ്റ്. ഇപ്പോൾ ഈ ആദ്യത്തെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയിലുണ്ടായ ക്രമക്കേടിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിച്ചത്. രണ്ടാമത്തെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൊത്തത്തിലുള്ള വിശ്വാസ്യത, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി. ഇതിനെ പൊളിറ്റിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രം മതിയോ? ഇതൊരു ലീഗൽ പ്രോബ്ലം കൂടിയാണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യാം. അതിൻ്റെ സാങ്കേതികത്വം അവിടെ നിൽക്കട്ടെ. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇത്ര ദിവസത്തിനുള്ളിലാണ് അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ നമ്മളൊരു കുറച്ചുകൂടെ വിശാലമായൊരു നീതിന്യായ സംവിധാനത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെയൊക്കെ ഭാഗമായി നോക്കുമ്പോൾ ഇങ്ങനെ ഗുരുതരമായൊരു പ്രോബ്ലം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കേവലം സാങ്കേതികമായി ഇപ്പോൾ 40 ദിവസത്തിനകം ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ 45 ദിവസത്തിനകം ചോദ്യം ചെയ്തില്ല എന്ന സാങ്കേതികത്വത്തിനപ്പുറം ഇതിലൊരു വിശാലമായ പ്രശ്നമുണ്ട് എന്നത് നീതിന്യായ പ്രക്രിയയെ ബോധ്യപ്പെടുത്തുക കൂടെ വേണ്ടേ? അതിനുള്ള ശ്രമങ്ങൾ നടക്കണ്ടേ? തീർച്ചയായിട്ടും ഇതിന് വേണ്ടത്, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു പ്രോബ്ലം, ഇത് കോടതിയിലെത്തിയാൽ അത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ജഡ്ജ്മെന്റ് വരുന്നത്. അപ്പോഴേക്കും സംഭവമൊക്കെ കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നിരിക്കും. അപ്പോൾ അതിന് വലിയ സാങ്കത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേണ്ടത് വിശ്വാസ്യതയാണ്. അവരുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്തും പറയട്ടെ, ഇന്ന് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഉളവായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എല്ലാ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ശരിയായ രീതിയിലല്ല വോട്ടിംഗ് നടന്നത്, ചില തിരിമറികളൊക്കെ നടന്നു എന്ന് ഇന്ന് കോമൺ ആയിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
അതുപോലെ തന്നെ അത് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിന്റെ ഒരു പരാജയമായിട്ടല്ലേ കാണേണ്ടത്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യുക, അല്ലെ അതിനെ നേരിടുക എന്നുള്ളതല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല. അതിന് ഒരു പാർട്ടിക്കാരനെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർ ചെയ്യേണ്ടത് നടപടികൾ സ്വീകരിക്കുക, വിശ്വാസ്യത പുനഃസ്ഥാപിക്കുക, അതിന് വേണ്ട നടപടികൾ എന്തായാലും സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജ്യത്ത് മറ്റു ഒരു സംവിധാനത്തിനും ഇല്ലാത്ത ചില എന്താ പറയുന്നത്, ചില പ്രൊട്ടക്ഷൻസ് ഗവൺമെന്റ് കൊടുത്തിരിക്കുക. ഉദാഹരണത്തിന് അവരെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അവരുടെ ഔദ്യോഗിക ജോലി സമയത്ത് എന്ത് ആക്ഷൻ എടുത്താലും അവർക്കെതിരെ ക്രിമിനലായിട്ടോ സിവിലായിട്ടോ ഒരു ആക്ഷനും എടുക്കാൻ പറ്റത്തില്ല. ആർക്കും കോടതി പോകാൻ പറ്റത്തില്ല. ഈവൻ ക്രിമിനൽ കേസ് പോലും അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ അധികാരം വിട്ടാൽ പോലും ആ പീരീഡിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു ലീഗലോ സിവിലോ ക്രിമിനലോ ആയ ഒരു കേസും എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അധികാരമാണ് ഈ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഇന്ത്യൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ പോലും ഇല്ലാത്ത ഒരു പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ഇവർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഈ രാജ്യത്ത് നേരത്തെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ചില ഇലക്ഷൻ കമ്മീഷണറും ഒക്കെ ഉണ്ടായിരുന്നിട്ടില്ലേ? അവർക്കൊന്നും ഈ പരിരക്ഷയില്ലായിരുന്നു. എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി? ആ പ്രത്യേക നിയമം എന്തിനുണ്ടാക്കി എന്നുള്ളതും സംശയം ഉളവാക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് വേയിലാണ് ചെയ്യുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. റൈറ്റ്. വളരെ സംഘടിതവും ആസൂത്രിതവുമായി ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ആ ആരോപണത്തിന് ബലമേകുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ട്? ഇപ്പോൾ രാഹുൽ ഗാന്ധി 2 ഘട്ടമായിട്ട് വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമം നടന്നോ എന്നുള്ള സംശയം വളരെ ശക്തമായി ഉന്നയിക്കുന്നതാണ്. അത് ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളുടെ ഒരു പ്രതികരണം വളർത്തിയെടുക്കുക, ഈ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾ അവർ ഇതിനൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷേ ഇതിനെ വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് വേണം പറയാൻ. ഒന്ന്, കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല, പഴയ ശക്തിയൊക്കെ പോയി. അപ്പൊ ശക്തി പോയ ഒരു കോൺഗ്രസ് ആണ് ഇത്, ഇപ്പോഴത്തെ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവനകളൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത പാർട്ടിയുടെ കൂട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ ഇന്ന് മൊത്തം ഓൾ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസ്യത കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര വോട്ടായിട്ട് തീരുമെന്നൊക്കെ കാണേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സ്ട്രോങ് അല്ല, വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ അവർക്ക് സ്ട്രെങ്ത് ഉള്ളൂ. അവിടെ ഇത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ വേണ്ടത് ഇപ്പോഴത്തെ സംവിധാനത്തെ നേരിടാനായിട്ട് ഒരു പാർട്ടി വിചാരിച്ചാൽ പറ്റില്ല. അതിന് വേണ്ടത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കൂടി ചേർന്ന് ഒന്നിച്ച് മത്സരിച്ചാൽ മാത്രമേ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ അതിനൊരു നല്ല ചലഞ്ച് കൊടുക്കാനോ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അല്ലായിരുന്നു എങ്കിൽ BJPയുടെ ആഗ്രഹം എന്തായിരുന്നു, അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? 3-2 കൂടുതൽ ഭൂരിപക്ഷം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ. 400 സീറ്റുകൾക്ക് അപ്പുറം കടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അത് നടക്കാതെ പോയതിന്റെ കാരണം ഈ ഒരു ഇന്ത്യ സഖ്യം വരികയും അവരുടെ സഖ്യം വന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ സഖ്യത്തിൽ കുറച്ച് വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശരിയായിട്ട് സഖ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഒരു 10-25 സീറ്റ് കൂടെ പിടിച്ചിരുന്നുവെങ്കിൽ BJP അധികാരത്തിന് പുറത്തു വന്നേ. അപ്പോൾ അത് നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓപ്പോസിഷൻ പാർട്ടീസ്, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് മത്സരിക്കുകയാണ് എങ്കിൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ളത് സത്യമാണ്. വേണ്ടത് ഈ പാർട്ടികൾ തമ്മിലുള്ള യോജിപ്പാണ്. അതിന് യോജിപ്പ് വേണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിൽ അതിന് അണ്ടർസ്റ്റാൻഡിങ് വേണം. ആരാണ് അടുത്ത ലീഡർ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്
ഈ ഗവൺമെന്റ് പോയാൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് തകരാറുണ്ടാകും, അല്ലെങ്കിൽ ഇവിടുത്തെ സെക്യുലർ സംവിധാനത്തിൽ തകരാറുണ്ടാകും എന്നുള്ള വിശ്വാസം എന്ന ബോധം ജനങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഈ ഒരു സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടത് ഈ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുക, ഈ ഇന്ത്യ അലയൻസ് കുറച്ചുകൂടെ ശക്തി കൂട്ടുക, മറ്റ് പാർട്ടികൾ കൂടി അതിന് ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു ബദൽ സംവിധാനം ഇന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചൊരു കാര്യം, രാഹുൽ ഗാന്ധിയാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കർണാടകയിലെ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കുറച്ചുകൂടെ സ്വാധീനമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഇതുകൊണ്ട് ബേസിക്കായിട്ട് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇതേ പാറ്റേൺ ഒരു പക്ഷേ ഡൽഹിയിൽ സംഭവിച്ചിട്ടിരിക്കാം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് അവിടുത്തെ BJP ആയിട്ട് പ്രധാനമായിട്ടും പറ്റിയത്. ആം ആദ്മി പാർട്ടിക്കുണ്ടായ പരാജയത്തിന് ഒരു കാരണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതാകാം. അങ്ങനെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലിപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് ആക്ഷേപങ്ങളുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതേ തന്ത്രം ഒരുപക്ഷെ പയറ്റിയേക്കാം, തമിഴ്നാട്ടിൽ പയറ്റിയേക്കാം, വെസ്റ്റ് ബംഗാളിൽ പയറ്റിയേക്കാം. ഈ ഒരു സാധ്യത അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ശ്രമങ്ങളെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഈ ത്രട്ട് മനസ്സിലാക്കാതെ അല്ലല്ലോ. അപ്പോൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ബേസിക് കാരണം എന്ന് പറയുന്നത് ഇവര് ഒന്ന് ഈ ഓപ്പോസിഷൻ പ്രതിപക്ഷ പാർട്ടികളിൽ പലർക്കും ഈ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ ആക്സെപ്റ്റൻസ് കാണത്തില്ല. ഉദാഹരണത്തിന് മമതാ ബാനർജി കൽക്കട്ടയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ഒരു അനിഷേധ്യ നേതാവാണ്. അപ്പൊ അവർക്ക് ഈ രാഹുൽ ഗാന്ധി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസം കാണും. അങ്ങനെ പല നേതാക്കന്മാർക്കും ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. പക്ഷെ ഇതിൽ കോൺഗ്രസ്, ഞാൻ പറഞ്ഞല്ലോ, ഓപ്പോസിഷന് ശക്തി പ്രാപിക്കണമെങ്കിൽ ഓപ്പോസിഷന് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ അതിന് വേണ്ടത് ഇവരുടെ യൂണിറ്റിയാണ്. യൂണിറ്റി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. രാഹുൽ ഗാന്ധി പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ ഡീറ്റെയിൽസ് ഡേറ്റ കണ്ടുപിടിച്ച് വിതരണം ചെയ്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഉദാഹരണത്തിന് ഈ അടുത്തിടെ ഡൽഹിയിൽ നടന്ന, ഓഫ്കോഴ്സ് അതൊരു യൂണിവേഴ്സിറ്റി തല ഇലക്ഷനാണ്. ABVP ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രാവശ്യം ജയിച്ചത്. എന്തുകൊണ്ട് ജയിച്ചു? ഈ ഡൽഹിയിലാണ് രാഹുൽ ഗാന്ധി പ്രസ്താവനകളും ഇലക്ഷനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിച്ചത്. എന്നിട്ടും അവർക്ക് ABVPക്ക് ഇവിടെ ജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ജയിക്കാൻ കഴിയും. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? അപ്പോൾ വേണ്ട രീതിയിൽ ഇതിന്റെ ഈ പ്രക്ഷോഭണം വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്കും മറ്റു പാർട്ടികൾക്കും എന്ന് വേണം അനുമാനിക്കാൻ. അല്ലായിരുന്നുവെങ്കിൽ ഈ വോട്ട് ചോർച്ചയൊക്കെ ഇലക്ഷൻ, ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനിലും പ്രതിഫലിക്കേണ്ടതല്ലേ? പ്രതിഫലിച്ചില്ലല്ലോ. അപ്പോൾ ഇതാണ് കാണിക്കുന്നത് എന്ത് വലിയ ചലഞ്ചാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ നേരിടുന്നത്. അതിനെ എങ്ങനെ അവർ നേരിടും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. പുറമേക്ക് പറയുമ്പോൾ എല്ലാവരും ഈ BJPയുടെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തെ, ഏകാധിപത്യ സ്വഭാവത്തെ അല്ലെങ്കിൽ വർഗീയ ഫാഷിസത്തെ ഒക്കെ എതിർക്കുന്നു എന്ന് പറയുമെങ്കിൽ പോലും അതിനെ എതിർക്കാനുള്ള ശ്രമങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല ഈ പാർട്ടികൾക്കെന്ന് തോന്നുന്നു. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ചോദിച്ചപ്പോൾ, ഭാരത് ജോഡോ യാത്ര നടത്തിയതിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു പാൻ ഇന്ത്യൻ നേതാവായി വളരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റിലേക്ക് BJP ചുരുക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ യാത്ര വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ കുറെ കൂടെ വലിപ്പമുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ ഒരു യാത്ര, ഇപ്പോൾ അടുത്തത് ഹൈഡ്രജൻ ബോംബായിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഈ പ്രക്രിയയിലൂടെ രാഹുൽ ഗാന്ധി കുറെ കൂടെ സ്വീകാര്യതയുള്ള, കുറെ കൂടെ അടിത്തറയുള്ള നേതാവായി മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപക്ഷെ നിലവിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡർ രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് മാത്രം മതിയോ എന്നുള്ളത് അടുത്ത ചോദ്യം. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ വെറും പോപ്പുലാരിറ്റി കൊണ്ട് മാത്രമല്ല. ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പോപ്പുലറായ നേതാവാണ്
ഇപ്പോൾ ആൾക്കാർക്ക് ആക്സെപ്റ്റൻസ് ഉണ്ട്. അദ്ദേഹം ഈ യാത്ര നടത്തി, ഇപ്പോൾ തന്നെ കഴിഞ്ഞിടെ ബീഹാറിൽ നടത്തിയ യാത്രയും ഒരു വലിയ വിജയമായിട്ടാണ് കാണാൻ പറ്റിയത്. ലാസ്റ്റ് ഡേയിലെ ചില തകരാറുകളൊക്കെ ലാസ്റ്റ് ഡേയിൽ സംഭവിച്ചുവെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ അതൊരു വലിയ വിജയമായിരുന്നു അവിടെ നടന്ന യാത്ര. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയെ ഉറപ്പിക്കുന്നു. പക്ഷെ എന്തായാലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില ഇമ്മച്വറായ ചില ബിഹേവിയറും ഇതിനകത്ത് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അതിനെ ഓവർകം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ചില ബോഡി ലാംഗ്വേജ് സ്റ്റൈലായാലും ഇതൊക്കെ ഒരു വിഭാഗം ആളുകളിൽ ഒരു എന്താ പറയുന്നത് ഒരു ക്രിറ്റിസിസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെ കൂടി അദ്ദേഹം ശ്രദ്ധിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് സ്വീകാര്യത കൂടും. അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഒരു ലീഡർഷിപ്പ് അറ്റ്ലീസ്റ്റ് ഓപ്പോസിഷന് കൊടുക്കാൻ കഴിയും. ഞാൻ ഒറ്റ കാര്യം കൊണ്ട് ചോദിച്ചത്, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഇപ്പോൾ BJP ആണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ വന്നത് BJP ആണ്. BJPക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ? തീർച്ചയായിട്ടും. ഈ ഉദാഹരണത്തിന് BJP ഒഫീഷ്യലായിട്ട് എന്ത് പറഞ്ഞാലും അവരുടെ തന്നെ അണികളിൽ ഈ ഇദ്ദേഹം പറഞ്ഞതിൽ കുറെ കഴമ്പുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് യാതൊരു സംശയമില്ല. അവരുടെ തന്നെ അണികളിൽ BJPക്ക് ട്രഡീഷണൽ ആയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇദ്ദേഹം പറയുന്നത് എല്ലാം കള്ളമൊന്നുമല്ല, ഇതിനകത്ത് കുറച്ച് സത്യമുണ്ട് എന്ന രീതിയിലേക്ക് സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുവല്ലോ, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ അലിഗേഷൻസ്, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച അലിഗേഷൻസിന് അതിന്റെ വിശ്വാസ്യത കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ധാർഷ്ട്യം, ഇലക്ഷൻ കമ്മീഷൻ അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ്. അതിന് പഴയ ഇലക്ഷൻ കമ്മീഷണേഴ്സ് 2 പേര്, ഒന്ന് മിസ്റ്റർ ഖുറേഷി ഉൾപ്പെടെ ഉള്ള 2-3 പേര് ഇതിനെ അവരെങ്ങനെയാണ് കണ്ടത്? അവർ ഈ ഇദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവര് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ഈ അലിഗേഷൻ വന്നപ്പോൾ അതിനെ നേരിടുകയാണ് വേണ്ടി, അല്ല റിജക്ട് ചെയ്യുകയല്ല വേണ്ടത്. അതിനെ അന്വേഷിക്കാമെന്ന് പറയുക, അന്വേഷിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ആദ്യത്തെ അലിഗേഷൻസ് ഡേറ്റയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നുവല്ലോ. ഈ സമയത്തിനുള്ളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ അത് കുറെ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഇതിനോടകം തീർച്ചയായിട്ടും അവർക്ക് എൻക്വയറി നടത്തിയിട്ട് അവിടെ ആ കർണാടക നിയമസഭാ മണ്ഡലത്തിൽ ഇങ്ങനെ നടന്നോ ഇല്ലായിരുന്നോ, ആ 1,00,000 വോട്ട് പോയോ ഇല്ലയോ എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷന് കണക്ക് സഹിതം പറയാമായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതിന് പകരം രാജ്യത്തോട് രാഹുൽ ഗാന്ധി ക്ഷമ ചോദിക്കണം എന്നും അല്ലെങ്കിൽ അഫിഡവിറ്റ് എഴുതി തരണം എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങളും വിശ്വസിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. റൈറ്റ്. വളരെ നന്ദി ശ്രീ ജെ ഫിലിപ്പ് ഞങ്ങളോട് സംസാരിച്ചതിന്. രാഹുൽ ഗാന്ധി 2 ഘട്ടമായി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായും മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞു മാറുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതുപോലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരുന്നോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അടുത്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങളുടെ ബലം കൂടും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായ ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന മറ്റു പാർട്ടികളും സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ എ ജെ ഫിലിപ്പ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.